നമസ്കാരം. ചതയം നക്ഷത്രക്കാരുടെ 2025 സമ്പൂർണ്ണ പുതുവർഷ ഫലമാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ചതയം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളും വന്നു ചേരുന്നതായ സൗഭാഗ്യങ്ങളും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വിദേശത്ത് ബിസിനസ് വ്യാപിപ്പിക്കുവാൻ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലുള്ള ഒരു സമയമാകുന്നു. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് കലഹങ്ങൾ അല്ലെങ്കിൽ ഐക്യമില്ലായ്മ പ്രകടമാകുവാൻ സാധ്യത അല്പം കൂടുതലാകുന്നു. ആരോഗ്യകാര്യവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ പ്രത്യേകം പുലർത്തേണ്ടതായ സമയം തന്നെയാണ് 2025. ഉദരരോഗവുമായി ബന്ധപ്പെട്ട് ദുരിതങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള വ്യക്തികൾ തന്നെയാണ് ഇവർ. അതിനാൽ ശ്രദ്ധയോടെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. സംസാരവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ, സംസാരവുമായി ബന്ധപ്പെട്ട് ബന്ധങ്ങളിൽ വിള്ളൽ വീഴുക, വന്നു ചേരുന്നതായ നല്ല കാര്യങ്ങൾ തട്ടിത്തെറിച്ച് പോകുന്നതിന് പോലും കാരണമായി തീരാം. അതിനാൽ ശ്രദ്ധയോടെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റുള്ളവർക്ക് സമയം നൽകുന്നതിനോടൊപ്പം നിങ്ങൾക്കും അല്പം സമയം മാറ്റിവയ്ക്കുന്നത് ഏറ്റവും ശുഭകരമായി തീരും. കർമ്മരംഗത്ത് പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, തിരിച്ചടികൾ നിങ്ങൾക്ക് നേരിടേണ്ടതായ സാഹചര്യം പോലും വന്നു ചേരാം. കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരണം എന്നില്ല. കഠിനാധ്വാനത്തിന് അനുസരിച്ചുള്ള ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കുറവാകുന്നു. കഠിനാധ്വാനമുണ്ട് എങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ ലഭിക്കാതിരിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. കാലതാമസം നേരിട്ടാലും ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ പ്രവർത്തിച്ച് വിജയം നേടുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. കർമ്മരംഗത്ത് മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് കഴിവതും ഈ വർഷത്തിന് ശേഷം മാത്രം മാറ്റങ്ങൾ വരുത്തുവാൻ കൂടുതലായും ശ്രമിക്കുക. കാരണം ചില തിരിച്ചടികൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. വർഷാന്ത്യവുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ഹനുമാൻ സ്വാമിയിൽ പൂർണ്ണമായും അഭയം പ്രാപിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. കാരണം ഗുണദോഷ സമ്മിശ്രമായ ഫലമാണ് വന്നു ചേരുക. സാമ്പത്തികപരമായ നില നിങ്ങൾക്ക് മെച്ചപ്പെടുത്തുവാൻ സാധിക്കും. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. വാഹനയോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. ആഗ്രഹിക്കുന്നതായ വാഹനങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരുകയും തന്മൂലം വാഹനം സ്വന്തമാക്കുകയോ അല്ലെങ്കിൽ സമ്മാനമായി ലഭിക്കുകയോ ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. മനക്ലേശങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ നിങ്ങൾക്ക് വിമർശനങ്ങൾ നേരിടേണ്ടതായി വരാം. അത് അടുത്ത് നിൽക്കുന്നവരിൽ നിന്ന് പോലും കേൾക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. എന്നാൽ അതിൽ തളരാതെ നിങ്ങൾ തെറ്റുകളുണ്ട് എങ്കിൽ അത് തിരുത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്നും ചില തിരിച്ചടികൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് വളരെ കൂടുതലാകുന്നു. ശത്രുദോഷം വർദ്ധിക്കുവാനും തന്മൂലം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനും സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. കടം നൽകിയതായ പണം തിരികെ ലഭിക്കുവാൻ അല്പം പ്രയാസം നിങ്ങൾക്ക് നേരിടേണ്ടതായ സാഹചര്യം പോലും വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും അല്പം കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മാർച്ച് ഏപ്രിൽ മാസവുമായി ബന്ധപ്പെട്ട ഫലങ്ങളാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ശ്രീകൃഷ്ണ ഭഗവാനിൽ പൂർണ്ണമായും അഭയം പ്രാപിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമായ ഒരു സാഹചര്യം തന്നെയാണ് ഈ സമയം ഉള്ളത്. കാരണം ശ്രീകൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഈ സമയം അനുകൂലമായി തീരാം. ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുക, സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പണം ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് ഇത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ കുടുംബത്തിൽ നിന്നും അകലം പാലിക്കേണ്ടതായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. അല്ലെങ്കിൽ മാറി നിൽക്കേണ്ടതായ സാഹചര്യം പോലും വന്നു ചേരാം.
ഭൂമി നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. അത്തരം കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണം. സന്താനങ്ങൾക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനും തന്മൂലം നേട്ടങ്ങൾ വർദ്ധിക്കുവാനും സാധ്യത കൂടുതലാകുന്നു. വിദേശ യാത്രകൾക്കുള്ള സാധ്യത ഈ സമയം അല്പം കൂടുതലാണ്. വിശ്വസിച്ചവർ നിങ്ങളെ അഥവാ നിങ്ങൾ വളരെയധികം വിശ്വസിക്കുന്നതായ ചില വ്യക്തികൾ ചതിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് ചില വിഷമഘട്ടങ്ങൾ നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടതായി വരാം. പൊതുപ്രവർത്തകർക്കും അത്ര അനുകൂലമല്ല സമയം. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം തിരിച്ചടികൾ നേരിടേണ്ടതായി വരാം. ചതി പോലും സംഭവിക്കാവുന്ന സമയമാകുന്നു. ഈ സമയം വസ്തുക്കൾ വിൽക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ശ്രദ്ധയോടെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുക. എടുത്തുചാടി തീരുമാനം കൈക്കൊള്ളാതിരിക്കണം എന്ന കാര്യവും പ്രധാനമായും ഓർക്കേണ്ടതായിട്ടുണ്ട്. മധ്യത്തോടുകൂടി, അതായത് വർഷത്തിന്റെ മധ്യത്തോടുകൂടി സംഭവിക്കുന്ന ആ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പരാമർശിക്കുന്നത്. അയ്യപ്പ ഭജനം അഥവാ അയ്യപ്പ സ്വാമിയെ ഭജിച്ച് മുന്നോട്ട് പോകേണ്ടതായ ഒരു സമയമാണ് ഇത്. ഈ സമയം വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. തൊഴിൽപരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. സാമ്പത്തികപരമായ നേട്ടങ്ങൾ, സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങളിലേക്ക് വന്നു ചേരും. കൃഷിയുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുന്നതായ ഒരു സമയം കൂടിയാണ് ഇത്. കുടുംബ സൗഖ്യം നിങ്ങൾക്ക് വർദ്ധിക്കാം. എന്നാൽ പിണങ്ങിയിരിക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം അല്പം കൂടുതലാകുന്നു. ബന്ധുക്കളിൽ നിന്നും തിരിച്ചടികൾ ലഭിക്കാം. അതിനാൽ ദാമ്പത്യ ജീവിതത്തിലും ബന്ധുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അല്പം ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. ബിസിനസ് പരമായി ലാഭം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ബിസിനസ് പരമായി നേട്ടങ്ങൾ വന്നു ചേരാം. അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമാണ് വന്നു ചേരുക. ഇനി പരാമർശിക്കാൻ പോകുന്നത് വർഷത്തിന്റെ പകുതിക്ക് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചാകുന്നു. ഈ സമയം ദേവിയെ ഭജിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. വിദ്യയിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്താനങ്ങളാൽ ഭാഗ്യം, സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം ഒപ്പം നിൽക്കുന്നവരിൽ നിന്ന് പോലും തിരിച്ചടികൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ സംസാരം അല്പം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതായ സമയമാകുന്നു. ഭൂമി വിൽക്കേണ്ടതായ സാഹചര്യം പോലും വന്നു ചേരാം. എന്നാൽ പുണ്യസ്ഥലങ്ങളിൽ ദർശനം നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം വന്നു ചേരുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. ആഗ്രഹിക്കുന്നതായ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം കർമ്മരംഗത്ത് അല്പം ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. കൂട്ടു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ കാര്യങ്ങൾ, ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ഇനി പരാമർശിക്കാനായി പോകുന്നത് സെപ്റ്റംബർ, ഒക്ടോബർ മാസവുമായി ബന്ധപ്പെട്ട ഫലമാകുന്നു. ഈ സമയം ഗണപതി ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ പല തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുക തന്നെ ചെയ്യും. സാമ്പത്തികപരമായി കഠിനാധ്വാനം ചെയ്യുന്നതിലൂടെ അഥവാ സമ്പത്തിനായി കഠിനാധ്വാനം ചെയ്യുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. യാത്രകൾ അല്പം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായ സമയമാകുന്നു. ചില തിരിച്ചടികൾ, അപകട സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. സർക്കാരുമായി ബന്ധപ്പെട്ട ജോലികൾ, സർക്കാർ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. ചതി സംഭവിക്കാനുള്ള സാധ്യതകൾ ഈ സമയമുണ്ട്. അതിനാൽ തന്നെ തീർച്ചയായും ഒപ്പം നിൽക്കുന്നവരെയോ അല്ലെങ്കിൽ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴും അതിൽ ശ്രദ്ധ പുലർത്തുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. വസ്തു തർക്കങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുകയും തന്മൂലം ചില ബന്ധങ്ങൾ നഷ്ടമാവുകയോ മനസമാധാനം നഷ്ടമാവുകയോ വ്യവഹാരങ്ങൾ ആരംഭിക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ദാമ്പത്യപരമായി അസ്വാരസ്യങ്ങൾ മാറാവുന്ന ഒരു സമയമാണ്. അതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഇനി വർഷാവസാനവുമായി ബന്ധപ്പെട്ട ഫലങ്ങളാണ് പരാമർശിക്കാനായി പോകുന്നത്. ഈ സമയം സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിച്ച്
നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. ബിസിനസ് പരമായി വൻ ലാഭം തന്നെ ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് ഈ സമയം കൂടുതലാകുന്നു. ഉറ്റ സുഹൃത്തുക്കൾ ചതിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഷെയർ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം നഷ്ടങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഭാഗ്യം ലഭിക്കുക, ഭാഗ്യദേവത കടാക്ഷിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് സംഭവിക്കാവുന്നതുമാണ്. ബന്ധുക്കളാൽ സാമ്പത്തികപരമായ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകണം. ധനപരമായ നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ അല്ലെങ്കിൽ ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. രോഗമുക്തി ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ സമയമാണ്. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആരോഗ്യം വീണ്ടെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം, ഭാഗ്യം വർദ്ധിക്കുന്നതായ സമയം എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും പല കാര്യങ്ങളും നടക്കില്ല എന്ന് വിചാരിച്ചതായ ചില കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ അനുകൂലമായി തീരാം. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഡിസംബർ എന്നീ മാസങ്ങൾ പ്രത്യേകിച്ചും സുബ്രഹ്മണ്യ പ്രീതി വരുത്തി മുന്നോട്ട് പോകേണ്ടതായ മാസങ്ങൾ കൂടിയാകുന്നു. ഈ കാര്യങ്ങൾ പ്രത്യേകമായും ഈ വർഷം നിങ്ങൾ ശ്രദ്ധിക്കുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും.